കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ ദീപാദാസ് മുൻഷിക്കെതിരെ സതീശൻ പക്ഷം. നിരീക്ഷകർ എംഎൽഎമാരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ദീപാദാസ് മുൻഷി ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആവശ്യം. ദീപാദാസ് മുൻഷിയെ വിശ്വാസമില്ലെന്നും സതീശൻ പക്ഷം. കോൺഗ്രസിന്റെ നിർണായക യോഗം സോണിയാഗാന്ധിയുടെ വസതിയിൽ രാവിലെ 11 മണിക്ക് ചേരും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുക്കും. മുഖ്യമന്ത്രി ചർച്ചകളും മന്ത്രിസഭാ രൂപീകരണവും ഉൾപ്പെടെ നിരീക്ഷിക്കാൻ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും വൈകിട്ടോടെ കേരളത്തിലെത്തും. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ നിർണായക നീക്കവുമായി വി.ഡി. സതീശൻ പക്ഷം. രഹസ്യ സ്വഭാവം വന്നാൽ എംഎൽഎമാർ പിന്തുണയ്ക്കുമെന്നാണ് സതീശൻ പക്ഷം വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും സഹ്ന ആന്റണി, ഡൽഹിയിൽ നിന്നും ശരത് ലാൽ, തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു എന്നിവരാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ബിനിലിലേക്കാണ് പോകുന്നത്. ബിനിൽ, ഇനി അങ്ങോട്ട് വളരെ നിർണായകമായ ദിവസങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അത് മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് ഇത്രയധികം കാര്യമായി ചരടുവലികൾ 3 ചേരികളും നടക്കുമ്പോൾ, അത് കെ.സി. വി.ഡി., രമേശ് ചെന്നിത്തല, ആർ.സി. പക്ഷങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും ഇനി നിർണായകമായ ദിവസങ്ങൾ തന്നെയാണ്. അപ്പോൾ നിരീക്ഷകർ ഇനി കേരളത്തിലെത്തുന്നതോടുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് ആ കരുനീക്കങ്ങൾ? എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി നിരീക്ഷകർ എത്ര ദിവസമെടുക്കും എന്നൊക്കെയാണ് കരുതുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്യാമലി, മുഖ്യമന്ത്രിയായേ പറ്റൂ എന്ന നിലപാടിലാണ് വി.ഡി. സതീശൻ നിലവിൽ ഉള്ളത്. അദ്ദേഹം അതിനുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയിൽ വിശ്വാസമില്ല എന്ന് അവർ പറയുന്നതാണ്. അതിൽ ദീപാദാസ് മുൻഷി നിൽക്കുന്നത് കെ.സി. വേണുഗോപാലിനൊപ്പം എന്ന പറയാതെ പറയുകയാണ് വി.ഡി. സതീശൻ. അങ്ങനെ കേരളത്തിലേക്ക് നിരീക്ഷകർ എത്തുമ്പോൾ സംസാരിക്കേണ്ടത് എംഎൽഎമാരുമായി രഹസ്യ സ്വഭാവത്തിലാണ്. അതായത് മറ്റാരും പാടില്ല. 2 നിരീക്ഷകർ, മുകുൾ വാസ്നിക്കും അജയ് മാക്കനുമാണുള്ളത്. ഈ 2 പേരും സ്വതന്ത്രമായി അവർ മാത്രമായി ഓരോ എംഎൽഎമാരെയും കാണണമെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ 25ഓളം എംഎൽഎമാർ ഒപ്പം നിൽക്കും എന്നാണ് വി.ഡി. സതീശന്റെ ഒരു വിശ്വാസം. രഹസ്യ സ്വഭാവം ഇല്ലെങ്കിൽ അവർ ഒപ്പം നിൽക്കുക കെ.സിക്ക് ഒപ്പമായിരിക്കും. അങ്ങനെ പരസ്യമായ നിലപാട് വി.ഡിക്ക് ഒപ്പം നിൽക്കാൻ സാധ്യതയില്ല. രഹസ്യവും വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. വി.ഡി. സതീശൻ പക്ഷം അങ്ങനെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. അവർ പറയുന്ന കാര്യം 5 വർഷം നയിച്ചത് വി.ഡി. സതീശനാണ്. കൃത്യമായി തന്നെ രാഷ്ട്രീയ വനവാസം എന്ന മുദ്രാവാക്യം ഉയർത്തി അതിൽ തന്നെ മുന്നോട്ട് പോയി. 100 സീറ്റ് എന്ന് മറ്റൊരു നേതാവും പറഞ്ഞിട്ടില്ല. 100 സീറ്റിലേക്ക് അധികാരത്തിലേക്ക് വരും എന്ന് ദൃഢനിശ്ചയം എടുത്തു. അങ്ങനെ വർക്ക് ചെയ്തു. ആ രീതിയിലേക്ക് മുന്നോട്ട് വന്നു. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശനെ ഉൾപ്പെടുത്തണം, മുഖ്യമന്ത്രിയെ കൊണ്ടുവരണമെന്നാണ് സതീശൻ പക്ഷം പറയുന്നത്. പക്ഷേ കെ.സി. വേണുഗോപാലിനൊപ്പമാണ് ഭൂരിപക്ഷം എംഎൽഎമാരുമുള്ളത്. നിലവിൽ 46 എംഎൽഎമാർ ഒപ്പമുണ്ട് എന്നാണ് കെ.സി. പക്ഷം പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കെ.സി. വേണുഗോപാലാണ് ഉള്ളത്. അങ്ങനെ ആ പിന്തുണ ഉണ്ടാവണം എന്നാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്തത്. നിലവിൽ അങ്ങനെ ഒരു നീക്കമാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. രമേശ് ചെന്നിത്തലയും സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കെ.സി. വേണുഗോപാൽ പിന്മാറിയാൽ ആ പിന്തുണ കെ.സിക്കുള്ള 46 എംഎൽഎമാർ, അതിൽ 40 പേർ ഒപ്പം നിൽക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അങ്ങനെ മാത്രമല്ല, കഴിഞ്ഞ തവണ 2021 ഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും പ്രതിപക്ഷ നേതാവ് ആക്കിയില്ല. അങ്ങനെ വി.ഡി. സതീശനെ അവിടെ കൊണ്ടുവന്നു. അങ്ങനെ സീനിയോറിറ്റി പരിഗണിക്കണം എന്നൊരു ആവശ്യമാണ് നിലവിൽ രമേശ് ചെന്നിത്തല പക്ഷം ഉയർത്തുന്നത്. എന്നാലും പരസ്യമായ ഒരു പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിലവിൽ എന്തായാലും ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ ചേരുകയാണ്. 2 നിരീക്ഷകരെ തീരുമാനിച്ചിരിക്കുന്നു. അവർ ഇന്ന് തന്നെ കേരളത്തിലേക്ക് എത്തും എന്നാണ് വിവരം. ചില എംഎൽഎമാർക്ക് എ.സിയിൽ നിന്നും ചില കോളുകൾ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇന്ന് രാത്രിയോടുകൂടി തലസ്ഥാനത്തേക്ക് വരണം, അവിടെ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് ചില എംഎൽഎമാരോട് പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും എംഎൽഎമാരെ കാണും. 2 ദിവസത്തിനുള്ളിൽ ഈ ചർച്ചകൾ പൂർത്തീകരിക്കേണ്ട തീരുമാനം. എന്തായാലും 3 പക്ഷങ്ങളും സജീവമായി മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ആ പോര് ചരടുവലികൾ തുടരുകയാണ്. ശ്യാമിലി, ശരി. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സഹിനിലേക്ക് കൂടി പോവുകയാണ്. സഹിൻ, ഒരു വലിയ വിശ്വാസമില്ലായ്മ കൂടി ഇന്ന് വി.ഡി. സതീശൻ പക്ഷം അണികൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അത് ദീപാദാസ് മുൻഷിക്കെതിരെയാണ്. കാരണം ഇതിപ്പോൾ എംഎൽഎമാരുടെ ഭൂരിപക്ഷമാണ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പദത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുക, അല്ലെങ്കിൽ അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നതിലുള്ള ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് തന്നെയാണല്ലോ ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രഹസ്യാത്മകത ഈ കാര്യത്തിൽ വേണം. പക്ഷേ ദീപാദാസ് മുൻഷി അതിൽ ഇടപെടുകയാണെങ്കിൽ അവർക്ക് വിശ്വാസമില്ല എന്ന നിലക്കാണല്ലോ പറയുന്നത്. ഇത് ഏത് സാഹചര്യത്തിലാണ് വി.ഡി. സതീശൻ അനുകൂലികൾ ഇത്തരമൊരു വിമർശനവുമായി രംഗത്ത് വരുന്നത്? ശ്യാമിലി, ഈ വി.ഡി. സതീശൻ തന്നെ നേരിട്ട് AICC പ്രസിഡന്റിനെ വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹം മല്ലികാർജുൻ ഖാർഗെയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ദീപാദാസ് മുൻഷിയെ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും എംഎൽഎമാർ വാ തുറക്കില്ല. അവർക്ക് തനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നുണ്ട്. പക്ഷേ അത് പരസ്യമായി ഈ കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു എംഎൽഎമാരും അത്തരം പരസ്യമായ തങ്ങളുടെ ആഗ്രഹം പറയില്ല എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ തന്നെ കെ.സി. വേണുഗോപാലിന് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട് 52 MLA-മാർ തനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ പറയുന്നത്. പക്ഷേ ഇവിടെയും വി ഡി സതീശൻ പക്ഷം ഒരു കണക്ക് മുന്നോട്ട് വയ്ക്കുകയാണ്. 25 MLA-മാർ ഇതിനോടകം തന്നെ തനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏറെക്കുറെ എറണാകുളം ജില്ലയിൽ അതിനുള്ള തെളിവുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ TJ വിനോദ് എറണാകുളത്തിൻ്റെ MLA ആണ്. ഒപ്പം തന്നെ ദീപക് ജോയ് തൃപ്പൂണിത്തുറയുടെ MLA ആണ്. ഇവരെല്ലാവരും തന്നെ വി ഡി സതീശനെ നേരിട്ട് വീട്ടിൽ പോയി കാണുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. അവരോടൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞത് മുതിർന്ന നേതാക്കളെ കാണുന്നതിൻ്റെ ഭാഗമായി മാത്രം വി ഡി സതീശൻ്റെ വീട്ടിലെത്തിയതാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെയും മനസ്സിലാക്കേണ്ടത് എറണാകുളത്തിൻ്റെ DCC പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശനോടൊപ്പം. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എറണാകുളത്ത് നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്ന് ആദ്യം പറഞ്ഞത് മുഹമ്മദ് ഷിയാസാണ്. അതായത് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വരണം എന്നുള്ളതിൻ്റെ സൂചന നൽകിയത് മുഹമ്മദ് ഷിയാസാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റ് MLA-മാരെ കൊണ്ടുവരാനും വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വി ഡി സതീശൻ വിഭാഗത്തിന്റെ അവകാശവാദം. നിലവിൽ 5 പേരാണ് വി ഡി സതീശന് അനുകൂലമായിട്ടുള്ളത്. അത് വി ഡി സതീശൻ ഉൾപ്പെടെയാണ് 5 പേര്. പക്ഷേ അതിൽ ഇപ്പോൾ 25 എന്നൊരു പറയുന്ന കണക്കാണ് വി ഡി സതീശൻ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. ആ 25 പേരും കേന്ദ്രത്തിൽ നിന്നുള്ള നിരീക്ഷകർ അവർ വരുമ്പോൾ രഹസ്യമായി അവരോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാണ്, തനിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് മല്ലികാർജ്ജുൻ ഖാർഗെയോട് വി ഡി സതീശൻ സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ ദീപാദാസ് മുൻഷിയെ മുന്നിൽ നിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അവർ തങ്ങളുടെ അഭിപ്രായം പറയുകയില്ല. അതുകൊണ്ട് തന്നെ ദീപാദാസ് മുൻഷിയെ മാറ്റി നിർത്തി വേണം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ട് രഹസ്യമായി MLA-മാരുടെ അഭിപ്രായം തേടണമെന്നുള്ളൊരു അവകാശവാദമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള പോര് കോൺഗ്രസിൽ രൂക്ഷമായി തുടങ്ങിയിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ് പോസ്റ്റർ യുദ്ധങ്ങൾ. കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം തന്നെ വി ഡി സതീശനും അനുകൂലമായിട്ടും ഒപ്പം തന്നെ അവരെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ നിരവധി നിരത്തുകളിൽ വന്നതാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് MLA-മാരുടെ കൂടി അഭിപ്രായം അത് രഹസ്യമായി തേടണം. രഹസ്യമായി തേടിയാൽ മാത്രമേ തനിക്ക് അനുകൂലമായ ഒരു നിലപാട് മറ്റ് MLA-മാർ സ്വീകരിക്കൂ എന്നുള്ള അവകാശവാദമാണ് വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയാകാനുള്ള പ്രവർത്തനം വി ഡി സതീശൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി വരണമെന്നുള്ളത് നേരത്തെ തന്നെ എറണാകുളത്തു നിന്നുള്ള DCC പ്രസിഡന്റ് പരസ്യമായി തന്നെ പറഞ്ഞതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് ആളുകളെ കൂട്ടാൻ അദ്ദേഹം നടപടികൾ സ്വീകരിക്കുന്നത് പോലെ വി ഡി സതീശന് വേണ്ടി ആളുകളെ കൂട്ടാൻ വി ഡി സതീശനും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള പോര് രൂക്ഷമായി തന്നെ കേരളത്തിൽ ആകമാനം നടക്കുന്നു. അത് പരസ്യമായി തന്നെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ശ്യാമിലി, ശരി, സഹിൻ തുടരുക. ഇപ്പോൾ ഡൽഹിയിലേക്ക് കൂടി പോവുകയാണ്. കാരണം നിർണായകമായ ഒരു യോഗം അവിടെ 11 മണിക്ക് നടക്കുകയാണല്ലോ. ശരത് ലാലാണ് അവിടെ നിന്നും ചേരുന്നത്. ശരത്ത്, ഇതിപ്പോൾ നിർണായകമായ യോഗത്തിൽ തീർച്ചയായും ഏതൊക്കെ കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വരിക? അത് ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി ചർച്ചയും മറ്റൊന്ന് മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ അതിലേക്ക് വരുമോ? ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് 3 നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിനായി ചരടുവലി നടത്തുന്നു എന്നുള്ളതാണല്ലോ. അത് അവരുടെ പിന്തുണ ഹൈക്കമാൻഡിനെ കൂടി അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ നിലവിലുള്ളത്. കാരണം കെ സി വേണുഗോപാൽ ഇപ്പോൾ തന്നെ തനിക്ക് MLA-മാരിലുള്ള ഭൂരിപക്ഷം അവിടെ അറിയിച്ചു എന്ന നിലക്കുള്ള ചില വാർത്തകളും വിവരങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ. ഒപ്പം രമേശ് ചെന്നിത്തലയും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ നിരീക്ഷകർ കേരളത്തിലെത്തി അതിനുശേഷം അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കുമോ ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം? അല്ലേ ഇന്ന് തന്നെ മറ്റ് ചർച്ചകൾക്ക് കൂടി ഈ പശ്ചാത്തലത്തിൽ, അതായത് നിരീക്ഷകർ എത്തുന്നതിന് മുമ്പ് തന്നെ ചില ചർച്ചകളിലൂടെ ചില കാര്യങ്ങളിലെങ്കിലും തീരുമാനത്തിലെത്താൻ ശ്രമിക്കുകയാണോ ഇന്ന് ചെയ്യുകയുണ്ടാവുക? എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന അജണ്ട? ശ്യാമിലെ, ഇന്ന് 11 മണിക്കാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ രമേശ് ചെന്നിത്തല കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിമാനം ഇറങ്ങി അല്പസമയം കൊണ്ട് കേരള ഹൗസിലെത്തും. കേരള ഹൗസിൽ നിന്നാണ് അദ്ദേഹം 10-ാം നമ്പർ ജനപഥിലേക്ക് പോവുക. അവിടെ വെച്ചിട്ടാണ് പ്രാഥമികമായ ചർച്ചകൾ. തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള തൻ്റെ അവകാശം ക്ലെയിം നേരിട്ട് തന്നെ സോണിയാഗാന്ധിയെയും അതേപോലത്തെ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹം അറിയിക്കും. ഏതായാലും അവിടെ തന്നെയാണ് കെ സി വേണുഗോപാലും ഇന്ന് മീറ്റിംഗിന് എത്തുന്നുണ്ട്. ഏതായാലും നിർണായം ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒബ്സർവർ പോകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ നിരീക്ഷകർ കേരളത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഇത്തരമൊരു യോഗമാണ് ചേരുന്നത്. ഈ യോഗത്തിലായിരിക്കും ഹൈക്കമാൻഡിനെ സംബന്ധിച്ചോളം എന്താണ് പിന്നെ കെ സി വേണുഗോപാലിൻ്റെയും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയും അഭിപ്രായങ്ങൾ, അല്ലെ അവരിലുള്ള അഭിപ്രായം കൂടി എടുത്ത ശേഷമായിരിക്കും. കാരണം രണ്ടുപേരും മുതിർന്ന നേതാക്കളാണ്. വി ഡി സതീശൻ കേരളത്തിലുള്ളത്. അതേസമയം കെ സി വേണുഗോപാലാവട്ടെ ഓർഗനൈസിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല
ആവട്ടെ മഹാരാഷ്ട്ര അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകം ഒരു ചർച്ചക്കാണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് 3:30 മണിക്ക് തന്നെ രമേശ് ചെന്നിത്തല തിരിച്ചു പോകും. രമേശ് ചെന്നിത്തലക്ക് സ്വീകരണം നൽകാൻ വേണ്ടി കേരള ഹൗസിലെ ജീവനക്കാരടക്കം ഇപ്പോൾ കേരള ഹൗസിൽ നിൽക്കുകയാണ്. കേരള ഹൗസിൽ രമേശ് ചെന്നിത്തലക്ക് സ്വീകരണം നൽകാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയും നേരത്തെ കേരള ഹൗസ് തന്നെയാണ് KC വേണുഗോപാലിൻ്റെ പോസ്റ്റർ ഉള്ളത്. ഇപ്പോൾ കേരള ഹൗസ് ജീവനക്കാരൊക്കെ രമേശ് ചെന്നിത്തലയെ സ്വീകരിക്കാൻ വേണ്ടി കേരള ഹൗസിലെ ജീവനക്കാർ ഗേറ്റിന് പുറത്തു നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അതായത് ഇരുപക്ഷവും 3 പേരും അവരുടേതായ അല്ലെങ്കിൽ അവരുടെ അവകാശവാദങ്ങൾ, മുഖ്യമന്ത്രിയായുള്ള അവകാശവാദങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന ഭാഗമായി തന്നെ എന്ന് പറയേണ്ടി വരും. ഒരു വശത്ത് പോസ്റ്റർ യുദ്ധം, മറുവശത്ത് VD സതീശൻ ജനങ്ങളെ അണിനിരത്തി കൊച്ചിയിൽ നിൽക്കുന്നു. ഒരു ദിവസത്തേക്ക് കൊച്ചിയിലെത്തുക, ഇന്ന് തന്നെ കൊച്ചിയിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്ത് തിരിച്ചു പോവുകയും ചെയ്യും VD സതീശൻ. ആ ജനകീയമായ ഒരു തൻ്റെ പിന്തുണ നേതൃത്വത്തിനെ കാണിക്കുക. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഡൽഹിയിലും തനിക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ സമ്മർദ്ദ തന്ത്രങ്ങൾ 3 നേതാക്കളും പ്രയോഗിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്നലെ DC ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തന്നെ നേരിട്ട് KC വേണുഗോപാലിന് സ്വീകരണം നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്നത്തെ മീറ്റിങ്ങിൽ വളരെ നിർണായക ഘടകം രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയുമായിട്ട് തൻ്റെ അവകാശവാദം, മുഖ്യമന്ത്രി ആവാനുള്ള തൻ്റെ അർഹത, തനിക്ക് നേരത്തെ നൽകിയ വാഗ്ദാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ രമേശ് ചെന്നിത്തല നേരിട്ട് തന്നെ സംസാരിക്കും. ഏതായാലും അതിനുശേഷമായിരിക്കും KC വേണുഗോപാലുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വെറും 4 മണിക്കൂർ നേരത്തേക്കാണ് ഡൽഹിയിലേക്ക് രമേശ് ചെന്നിത്തല വരുന്നത്. 3:30 മണിക്ക് നിരീക്ഷകരോടൊപ്പം തന്നെ അതേ ഫ്ലൈറ്റിൽ രമേശ് ചെന്നിത്തല തിരിച്ചു പോകും. മുഗൾ വാസരിക്കും അതേപോലെ അജയ് മാക്കറിനും ഒപ്പം തന്നെ തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റിൽ രമേശ് ചെന്നിത്തല തിരിച്ചു പോകും. KC വേണുഗോപാൽ തിരിച്ചു പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വ്യക്തത വന്നിട്ടില്ല. ഏതായാലും KC വേണുഗോപാലും നാളെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ ഒരു വ്യക്തമായ തീരുമാനമുണ്ടാകും. ഇന്നത്തെ യോഗ തീരുമാനം ഹൈക്കമാൻഡിന് മുമ്പിൽ ഇരു നേതാക്കളും ചർച്ച ചെയ്യും, കേരളത്തിലെ സ്ഥിതികൾ അവതരിപ്പിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിൽ 3 പേർക്ക് ആരൊക്കെയാണ് ഇപ്പോൾ മുൻതൂക്കം എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരെ തുണക്കും എന്നതും അറിയില്ല. കാരണം ഓർഗനൈസിംഗ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധിയായിട്ട് വളരെ കൂടുതൽ അടുപ്പമുള്ള ആളാണ്. അതേസമയം തന്നെ രമേശ് ചെന്നിത്തലയും 10ാം ജനമതുമായി സോണിയാഗാന്ധിയുമായിട്ട് വളരെ അടുപ്പമുള്ള നേതാവാണ്. VD സതീശനുമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വളരെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന പേരാണ് VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചോളം വളരെ വിഷമ വൃത്തത്തിലാക്കുന്നുണ്ട്. ആരെ തുണക്കും, ആരെ തള്ളും എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത ഒരു തീരുമാനമെടുക്കേണ്ടി വരും. ആ തീരുമാനത്തിലുള്ള ആദ്യപടി എന്ന നിലക്കാണ് ഇന്നത്തെ 10ാം നമ്പർ ജനപഥിലെ ഈ യോഗം. ആ യോഗത്തിന് ശേഷം നിരീക്ഷകർക്ക് എന്താണ് നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകും. തനിച്ചിട്ടാണോ MLA-മാരെ കാണേണ്ടത്, അല്ലെങ്കിൽ കൂട്ടമായിട്ടാണോ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊരു വ്യക്തമായ നിർദ്ദേശം മുഗൾ വാസിക്കിനും അജയ് മാക്കനും ഇന്നത്തെ യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 11 മണിക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ രമേശ് ചെന്നിത്തല കാണുന്നുണ്ട്. തൻ്റെ അവകാശവാദം, തൻ്റെ ക്ലെയിം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ രമേശ് ചെന്നിത്തല ഇന്ന് വെക്കും ഔദ്യോഗികമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. ശ്യാമിലി.